ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി പൾസർ 180യുടെ കാർബറേറ്റർ ക്ലീനിങ് ആണ്. കുറേ മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് ദിവസം ഈ വീട്ടിയപ്പോൾ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച് അതിന് വേണ്ടി എടുത്ത സാധനങ്ങളാണ്. എന്തൊക്കെയാ വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ, എട്ടിൻ്റെ റിംഗ് സ്പാൻഡർ, പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ നിങ്ങളൊരു ടെസ്റ്റർ കണ്ടിട്ടുണ്ടാകും. അത് ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനാണ്. ടെസ്റ്ററിൽ എന്തെങ്കിലും അത് ചെറിയ ചെറിയ സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. എട്ടിൻ്റെ സ്പാൻഡർ ഞാൻ പറഞ്ഞ മാതിരി റിങ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ തെന്നി പോകും, പിന്നെ അയച്ചാൻ കിട്ടില്ല. ഇതിന് ആദ്യം നമുക്ക് അയച്ചാൻ വേണ്ടി ടാങ്ക്, 2 സീറ്റ്, 2 സൈഡ് കവറും കാര്യങ്ങളൊക്കെ അയച്ചാൽ സുഖമായിട്ട് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് അയച്ചെടുക്കുക. എല്ലാ സൈഡും അയച്ചെടുക്കണമെന്ന് ഞാൻ ആദ്യം കാണിക്കുന്നില്ല. നമ്മളങ്ങനെ സൈഡ് കവർ, ടാങ്ക് കാര്യങ്ങളൊക്കെ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർബറേറ്റർ സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കുപ്പി എന്തിനാ വെച്ചാൽ കുപ്പിയുള്ള പെട്രോൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. ശരിക്കും ഡീസൽ വേണം. എനിക്കിവിടെ ഡീസൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്രോൾ ഉപയോഗിക്കുന്നുള്ളൂ. ടാങ്കിലുള്ള പെട്രോൾ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. തയ്ക്കുമ്പോൾ തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിലൊന്നും ഫാൾട്ട് വരരുത്, അങ്ങപ്പോൾ പ്രശ്നമാവും. ഞാൻ കാർബറേറ്റർ അയച്ചും കൂടി ചെയ്യണം. വെറുതെ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ വന്ന കച്ചറയാണ്. പിന്നെ എങ്ങനെ മൈലേജ് ഇട്ടല്ലേ തുറക്കുമ്പോൾ അറിഞ്ഞ് ബാക്കി അവസ്ഥ. ഇത് നോക്കേ, ഓ എന്താ പോത്, എന്താ ഈ മുകളിൽ കാണുന്നത്, ഇതാണ് ഇതിൻ്റെ കളറ്. എൻ്റെ അമ്മ വെറുതെ അല്ല. ഈ സ്ഥലവിടെ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. സെറ്റൊക്കെ കണ്ട ഉള്ളിലത്തെ അതൊക്കെ സ്റ്റക്കാ. പിന്നെ സ്റ്റോറേജ് അയച്ചത് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള സ്ക്രാച്ചസ് ആണ്. പിന്നെ എയർ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് എയറൊക്കെ അടിച്ച് കളയണം. പക്ഷേ എയർ ഗണ്ണ് നെയ്യാത്തത് നമ്മൾ ഊതി കാറ്റൊക്കെ വരുത്തി ഫുൾ ക്ലീൻ ആക്കുന്നുണ്ട്. അത് ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലോട്ടൊക്കെ വരുന്ന ഭാഗം അയച്ച് ഫ്ലോട്ട് അയക്കുമ്പോൾ ആ ഫ്ലോട്ടിൻ്റെ കൂടെയുള്ള സാധനം ആ നീഡിലൊന്നും മിസ്സാവാതിരിക്കുക. അതേപോലെ അത് മിസ്സാവാതെ ഒരിടത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് മിസ്സായി കഴിഞ്ഞാൽ ആകെ പണിയാവും, പിന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. കാർബറേറ്റർ ഇത്രയൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. പെട്രോൾ ഫിൽറ്ററും പൈപ്പും കാര്യങ്ങളും മാറ്റില്ലാതെ അതൊരു വിഷയം. നോക്കി പെട്രോൾ പൈപ്പിന് ഫിൽറ്ററിൻ്റെ രണ്ടിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതാണ് പെട്രോൾ ഫിൽറ്റർ വെക്കണം എല്ലാവരും പറയുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നീറ്റാക്കി എല്ലാം തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്ത് ക്ലീനാക്കി പെട്രോൾ ഫിൽറ്റർ ഒക്കെ മാറ്റി ഫുൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ ഒരു വീഡിയോയിൽ നോക്കാം ബാക്കി.